നെക്സ്റ്റ് വൺ, 12 വയസ്സുള്ള മോൻ ഇത് കഴിക്കാമോ? അതിന്റെ അളവുകളിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പക്ഷേ അളവ് കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് പേഴ്സണലൈസ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ആളുടെ വെയിറ്റ്, ആളുടെ ഹൈറ്റ്, ആളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം, കൃത്യമായിട്ട് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നെക്സ്റ്റ് വൺ, തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. തൈറോയ്ഡ് മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പേഴ്സണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അവർക്ക് വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്നതാണ്. പക്ഷേ കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പക്ഷേ കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രം തൈറോയിഡിനൊക്കെ മെഡിസിൻ കഴിക്കുന്ന വ്യക്തികൾ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക, നല്ല റിസൾട്ട് എടുക്കുക. നെക്സ്റ്റ് വൺ, വർക്കൗട്ട് നിർബന്ധമാണോ? എല്ലാം കറക്റ്റ് ചെയ്യും, വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്, നടക്കാൻ പോകും, മഴ തുടങ്ങുമ്പോൾ നിർത്തി. ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് നമുക്ക് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് നിർബന്ധമാണ്. ഇന്റൻസീവ് ആയിട്ട് വെരി ഹെവി വർക്കൗട്ട്സ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാകുന്ന വർക്കൗട്ടുകൾ ചെയ്യണം. നടക്കാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് വെയിറ്റ് ലോസ് ഒക്കെ നടക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ നമ്മുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആവുന്ന സെക്ഷനിലോട്ട് വരുമ്പോൾ നടക്കൽ കൊണ്ട് മാത്രം നമുക്ക് ഗുണം കിട്ടത്തില്ല. അത് സീരിയസ് ആയിട്ടുള്ള വർക്കൗട്ടിലോട്ട് കടന്നാൽ മാത്രമേ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വർക്കൗട്ട് ഇല്ലാതെ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ കുറച്ച് വെയിറ്റ് കുറയുന്നതാണ്. പക്ഷേ നമുക്കൊരു ഐഡിയൽ വെയിറ്റിലോട്ടൊക്കെ റീച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വർക്കൗട്ട് എന്ന് പറയുന്നത് ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ഹെൽത്തിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് വർക്കൗട്ട്. അതുകൊണ്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിൽ വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം പോലെ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് വാമപ്പ് അതുപോലെ ബാക്കിയുള്ള വർക്കൗട്ടുകളെല്ലാം ചെയ്ത് കൃത്യമായി മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നെക്സ്റ്റ്, ഹെയർ ലോസ് ഉണ്ടാകുമോ? ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ഹെയർ ലോസ് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെൽസിനെ എല്ലാം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്, ശരീരം ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലോസ് ആയി പോയ ഹെയർ എല്ലാം തന്നെ റീഗ്രോത്ത് ആവുന്നതാണ്. ഹെയർ ലോസ് നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാര്യം നമുക്ക് ഹെയർ ലോസ് ആകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഹെയർ നമുക്ക് 3 ആയിട്ട് ഗ്രോത്ത് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ക്ലീനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ആ ലോസ് ആയി പോയ ഹെയർ എല്ലാം ഗ്രോത്ത് ആയിട്ട് വരുന്നതാണ്. ഇത് സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നുമല്ല. ചില ആളുകൾക്ക് ഇങ്ങനെ കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് വൺ, ഹെർബലൈഫ് ഷേക്ക് കഴിക്കാത്ത ഒരു വ്യക്തിക്ക് ബീറ്റ ഹെർട്ട് കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹെർബലൈഫിന്റെ ന്യൂട്രീഷൻ ഷേക്ക് യൂസ് ചെയ്ത് ബോഡി ക്ലീനിങ് ആയതിനു ശേഷം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഷേക്ക് എടുക്കാൻ താല്പര്യമില്ല, ബീറ്റ ഹെർട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഫസ്റ്റ് ന്യൂട്രീഷൻ ഷേക്ക് എടുത്ത് ബോഡി ക്ലീൻ ആയതിനു ശേഷം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ആയിരിക്കില്ല ബീറ്റ ഹാർട്ട് മാത്രം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ന്യൂട്രീഷൻ ഷേക്ക് എടുത്ത് ബോഡി ക്ലീനിങ്ങിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100% റിസൾട്ട് ലഭിക്കുന്നതാണ്. ബീറ്റ ഹാർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് ലഭിക്കത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നമുക്ക് ന്യൂട്രീഷൻ ഷേക്ക് സ്റ്റാർട്ട് ചെയ്ത് ബോഡി ക്ലീനിങ് ശേഷം കൊടുത്താൽ മാത്രമാണ് ബെറ്റർ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, സെല്ലുലോസ് എത്ര ബോട്ടിൽ കഴിക്കണം? ഞാൻ 4 മന്തായിട്ട് യൂസ് ചെയ്തിട്ട് 15 കിലോ വെയിറ്റ് ലോസ് നടന്നു. ഇത് വളരെ നല്ലൊരു റിസൾട്ട് ആണ്. സെല്ലുലോസ് എത്ര ആൾ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഐഡിയൽ വെയിറ്റ് ആകുന്നത് വരെ കഴിക്കണം. തുടക്കത്തിലെ സ്റ്റാർട്ടിംഗ് മന്തിൽ നമ്മൾ സെല്ലുലോസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്വാൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു 3 കിലോ 4 കിലോ കുറഞ്ഞതിന് ശേഷം മാത്രം സെല്ലുലോസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതുകൊണ്ട് വരെ കൃത്യമായിട്ട് കഴിച്ചാൽ മാത്രമേ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. സെല്ലുലോസ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നവരെ, അതായത് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ലോസ് എൻഡ് റിസൾട്ട് എടുക്കുന്നവരെ കൃത്യമായിട്ട് സെൽ ലോസ് കഴിക്കുക, കൃത്യമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ഇത്രമാത്രം കമന്റുകളെ കുറിച്ചിട്ട് ഇത്രമാത്രം ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പം ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിനെ താഴെ കൊടുത്താൽ തീർച്ചയായും എനിക്ക് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഹെർബലൈഫുമായി ബന്ധപ്പെട്ട് ഹെർബലൈഫ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, തീർച്ചയായും നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും കൃത്യമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ അപ്പ് ചെയ്യുക, കൃത്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക്